തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിംഗിൽ കേസെടുത്ത പോലീസ്. 3ാം വർഷ വിദ്യാർത്ഥികളായ 7 പേരെ പ്രതി ചേർത്താണ് കേസെടുത്തത്. മർദ്ദനമേറ്റ ബിൻസ് ജോൺസന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, പുറത്തു വന്നത് വളരെ ക്രൂരമായ റാഗിംഗ് ആയിരുന്നു എന്നുള്ള കാര്യമാണ്. കാര്യവട്ടം ക്യാമ്പസിലും അത്തരത്തിൽ റാഗിംഗ് നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ലക്ഷ്മി, ഈ മാസം 11-ാം തീയതിയാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെയാണ് 3ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള വേലു, പ്രിൻസ്, അനന്തൻ, പാർത്തൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നീ 7 വിദ്യാർത്ഥികൾ ചേർന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് SFIയുടെ യൂണിറ്റ് റൂമിലേക്ക് ഒരു വിദ്യാർത്ഥിയെ വലിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാവുന്നത്. അവിടെ വെച്ച് 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ബിൻസ് ജോൺസനെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതെന്ന് ബിൻസ് മാധ്യമങ്ങളോട് കോളേജിൽ ഒപ്പം തന്നെ പോലീസിനോട് ഉൾപ്പെടെ പരാതിയായി പറഞ്ഞു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ആന്റി റാഗിംഗ് സെല്ല് ഈ പരാതി അന്വേഷിക്കുകയും റാഗിംഗ് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഈ റിപ്പോർട്ട് കഴക്കൂട്ടം പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ റാഗിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച 7 വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളെ നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഈ കോളേജ് 7 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ റാഗിംഗുമായി ബന്ധപ്പെട്ട് കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ റാഗിംഗിനിരയായിട്ടുള്ള വിദ്യാർത്ഥിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഈ വിദ്യാർത്ഥിയുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെൽറ്റ് ഉൾപ്പെടെ പല ആയുധങ്ങളും ഉപയോഗിച്ച് വിദ്യാർത്ഥിയുടെ നെഞ്ചിനും തലയ്ക്കും ഉൾപ്പെടെയാണ് മാരകമായിട്ട് മർദ്ദിച്ചിട്ടുള്ളത് ലക്ഷ്മി. അതിന് പിന്നാലെയാണ് കുടിവെള്ളം ഉൾപ്പെടെ നൽകിക്കൊണ്ട് അതിലും തുപ്പിയിട്ട് നൽകുന്നു. പിന്നീട് അത് കുടിച്ചില്ലെങ്കിൽ മർദ്ദനമേൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പരാതി പിൻവലിച്ചില്ലെങ്കിൽ മർദ്ദിക്കുമെന്ന് പറയുന്നു. അങ്ങനെ തുടരെ ഭീഷണി തുടർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതുമായി ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കുടുംബവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ മൊഴിയെടുത്തതിന് പിന്നാലെ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശ്, തിരുവനന്തപുരത്ത്.